ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എയർപോർട്ട് മേഖലയിലെ തൊഴിലവസരങ്ങളുമായിട്ടാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് എയർ ഇന്ത്യ സാറ്റ്സ് ആണ്. അവസരങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ കൊച്ചി എയർപോർട്ടുകളിലായിട്ടാണ് ഇപ്പോൾ നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത മേഖലയിലും ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതേപോലെ എയർപോർട്ട് മേഖലയിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും സിമിലർ ആയിട്ട് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ ഏതൊക്കെ റോളുകളിലേക്കാണ് അവരിപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ നടത്തുന്നത്, അതേപോലെ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്, അവർ ചോദിക്കുന്ന യോഗ്യത എന്താണ്, അവർ ചോദിക്കുന്ന ഏജ് ലിമിറ്റ്, എത്ര പ്രായപരിധി വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം മുതലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു വാക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെയാണ് ഈ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. സോ അത് എന്നാണ് നടക്കുന്നത്, എവിടെ വെച്ചാണ് നടക്കുന്നത്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുതലായ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസും അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഈ എയർ ഇന്ത്യ സാറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എയർപോർട്ടിൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് അതേപോലെ കാർഗോ സർവീസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എയർ ഇന്ത്യ. ഇത് രണ്ട് കോമ്പിനേഷനാണ്. എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കീഴിലും അതേപോലെ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് SATS എന്നുള്ളത്. സോ ഇവർ ടുഗദറായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിൽ കൊച്ചി, അതേപോലെ ട്രിവാൻഡ്രമിൻ്റെ പുറത്ത് നമ്മുടെ ഔട്ട് ഓഫ് കേരള പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ, ഇവിടെയൊക്കെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് നോക്കുന്നത് ഈ എയർ ഇന്ത്യ സാറ്റ്സ് ആണ്. സോ ഇവർ നിലവിൽ കൊച്ചിയിലേക്ക് വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുള്ളത് വിവിധ പോസ്റ്റുകളിലേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം 2 പോസ്റ്റുകളിലായിട്ടാണ്, അതായത് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത്. അതിൽ +2 യോഗ്യത ഉള്ളവരെ സംബന്ധിച്ച് കസ്റ്റമർ സർവീസ് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റിലേക്കും, അതേപോലെ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റിലേക്കും അപ്ലൈ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. രണ്ടിനും ഏജ് ലിമിറ്റ് വരുന്നത് 18 to 28 ഇയേഴ്സ് ആണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ രണ്ടിൻ്റെയും വർക്ക് ലൊക്കേഷൻ നമ്മുടെ കേരളത്തിലുള്ള കൊച്ചിൻ എയർപോർട്ടാണ് വരുന്നത്. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അതായത് +2 ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് ജൂനിയർ എക്സിക്യൂട്ടീവും, ഡിഗ്രി ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, അങ്ങനെ 2 റോളിലേക്കാണ് ഫ്രഷേഴ്സിനുള്ള വേക്കൻസി വന്നിട്ടുള്ളത്. ഈ 2 റോളിനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല കസ്റ്റമർ സർവീസ് സ്കിൽസ് വേണം. അതായത് മെയിൻലി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഡ്യൂട്ടീസ്, ഇവരുടെ പാസഞ്ചേഴ്സിൻ്റെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്വയറീസ് ഒക്കെ ക്ലിയർ ചെയ്യുക, അവർക്ക് വേണ്ട ആ ഒരു ഗ്രൗണ്ടിൽ വരുന്ന കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങളുടെ ജോലി വരുന്നത്. സോ ആ ഒരു കസ്റ്റമേഴ്സിനെ ഫേസ് ചെയ്യുന്ന റോളായിരിക്കും. സോ അതിന് നിങ്ങൾ വില്ലിങ് ആയിരിക്കണം എന്നൊരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. സോ അടുത്തത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള വേക്കൻസീസ് ആണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇപ്പോൾ സൂപ്പർവൈസർ പാസഞ്ചർ സർവീസിൽ വാക്കൻസീസ് വന്നിട്ടുണ്ട്. ഗ്രാജുവേഷനാണ് അവർ ചോദിക്കുന്ന യോഗ്യത. അതേപോലെ മിനിമം 3 to 5 ഇയേഴ്സ് ഓഫ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ മിനിമം 3 to 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം. അത് നിർബന്ധമായിട്ടും വേണമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് കൊച്ചിൻ എയർപോർട്ടിലാണ്. അതേപോലെ തന്നെ കൊച്ചിൻ എയർപോർട്ടിൽ ഡ്യൂട്ടി മാനേജേഴ്സ് പാസഞ്ചർ സർവീസസിൽ വേക്കൻസി വന്നിട്ടുണ്ട്. അതിനും അവർ ചോദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷനാണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രിയാണ്. അതുപോലെ 6 to 10 ഇയേഴ്സ് ഓഫ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് മാൻഡറ്ററി എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇതിനും വർക്ക് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രഷേഴ്സിനുള്ള അവസരമാണ് ഈ കാണുന്നത്. അതേപോലെ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസിനുള്ള അവസരമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇനി ഇതിന് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ വെച്ചാണ്. ഈ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്ന തീയതി എന്ന് വെച്ചാൽ August 14 ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ August 14, 2026 ഇതിൻ്റെ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. എയർ ഇന്ത്യ സാറ്റ്സ് ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വേണ്ടി നിങ്ങൾ മറ്റു പേയ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. എൻറ്റയർലി നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഇൻ്റർവ്യൂവിലുള്ള നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. ആരെങ്കിലും ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത്ര എമൗണ്ട് പേ ചെയ്താൽ ഈ ഒരു ജോലി ഞാൻ വാങ്ങിച്ചു തരാം,
വരാം, അല്ലെങ്കിൽ അങ്ങനെ ജോലി ഫേക്ക് ഓഫേഴ്സ് വരികയാണെങ്കിൽ അത് ഫേക്ക് ഓഫർ ആയിരിക്കും എന്ന് നിങ്ങൾ അവിടെ മനസ്സിലാക്കുക. കാരണം ഇതിൻ്റെ സെലക്ഷൻ ഡയറക്റ്റ് ഇവരാണ് നടത്തുന്നത്. അതേപോലെ 14 ഓഗസ്റ്റ് 2026 രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ ഒരു വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ടൈം വരുന്നത്. വെന്യൂ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോട്ടൽ ഫ്ലോറ എയർപോർട്ട് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെൻറ്റർ, അഡ്രസ് ഓപ്പോസിറ്റ് ഇൻ്റർനാഷണൽ ടെർമിനൽ, അതായത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ വെന്യൂ വരുന്നത്. പിൻകോഡ് 683572 കേരളത്തിൽ വെച്ച് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതേപോലെ അവരുടെ ഒഫീഷ്യൽ കോൺടാക്ട് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു വാക്കിൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ പ്രത്യേകം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഒരു QR കോഡ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ QR കോഡ്. ഞാനൊന്നത് എൻലാർജ് ചെയ്ത് കാട്ടിത്തരാം. ആ ഒരു QR കോഡ്, ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. ഈ ഒരു QR കോഡ് ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്താൽ ഒരു ഗൂഗിൾ ഫോമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പ്രായം, അതേപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, അതേപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ. ഈ ഒരു കാര്യം നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID യും ഫോൺ നമ്പറും ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. കാരണം വൺസ് സെലക്ഷൻ കാര്യങ്ങളൊക്കെ ആയാൽ നിങ്ങൾ ഇതിൻ്റെ ഓഫർ ലെറ്റേഴ്സ്, അതേപോലെ അവർ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നത് ഈ കൊടുക്കുന്ന ഫോൺ നമ്പറിൻ്റെയും ഈ കൊടുക്കുന്ന ഇമെയിൽ IDൻ്റെയും അതിലേക്കായിരിക്കും നിങ്ങൾക്ക് ഫെർദർ കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പർ, കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID, അതേപോലെ നിങ്ങളുടെ പേരൊക്കെ കൊടുക്കുമ്പോൾ ആധാറിൽ, അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സിലൊക്കെ എങ്ങനെയാണോ നിങ്ങളുടെ നെയിം സ്പെൽ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കൊടുക്കുക. സോ ആ ഒരു ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ പേര് ചോദിക്കും, അതേപോലെ നിങ്ങളുടെ ഏജ് ചോദിക്കും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അത് നിങ്ങൾക്ക് അപ്പർ ക്വാളിഫിക്കേഷൻ എന്താണോ ഉള്ളത് ആ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഗ്രാജുവേറ്റ് എന്ന് സെലക്ട് ചെയ്യുക. +2 കഴിഞ്ഞവരാണ്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിൽ പെർസ്യൂയിങ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് എന്നുള്ള ഒരു കാര്യമൊക്കെ ഉണ്ട്, ഒരു ഐക്കൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക. അതേപോലെ അവർ ചോദിക്കും ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന്. ആ ഒരു പോസ്റ്റിൻ്റെ പേര് നിങ്ങൾ കറക്റ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ്പീരിയൻസ്, അതായത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ആ പോസ്റ്റ് സെലക്ട് ചെയ്യുക. അതേപോലെ കസ്റ്റമർ സർവീസിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ആ പോസ്റ്റ് സെലക്ട് ചെയ്യുക. അതേപോലെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വേക്കൻസിനെ പറ്റി അറിഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സോഷ്യൽ മീഡിയ എന്ന് അവിടെ കൊടുക്കാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഇമെയിൽ ID കറക്റ്റ് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഏത് ലൊക്കേഷനിലേക്കാണോ ഈ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നത് ആ ഒരു ലൊക്കേഷൻ, ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കൊച്ചിയാണ് നോക്കുന്നത്, അതുകൊണ്ട് കൊച്ചി എന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ സിറ്റി, നിങ്ങളുടെ സ്റ്റേറ്റ്, ഇതൊക്കെ നിങ്ങൾ ആ ഒരു ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക. സോ ഇത്രയും കാര്യം ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്ത് നിങ്ങളത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വാക്കിൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. ഈ ഒരു ഫോമിൽ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വാക്കിൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. സോ ഈ ഒരു ഗൂഗിൾ ഫോം പ്രത്യേകം ഫില്ല് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു അവസരമാണ്. എയർ ഇന്ത്യ സാറ്റ്സിൻ്റെ റിക്രൂട്ട്മെൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഫേക്ക് ഓഫേഴ്സ് ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എൻറ്റയർലി നിങ്ങളുടെ സ്കിൽസ്, ക്വാളിഫിക്കേഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. അപ്പോൾ എയർപോർട്ട് മേഖലയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ എൻട്രി ലെവൽ പൊസിഷൻസ് ഒക്കെയാണ്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു വാക്കിൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഏവിയേഷൻ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ ആ മേഖലയിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ്സിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇൻഫർമേഷനെങ്കിലും നിങ്ങൾ പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വേക്കൻസി, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്